Working of SOC. SOCയുടെ അടിസ്ഥാന പ്രവർത്തനം എങ്ങനെയെന്ന് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ക്യാമറ ഒരു ചിത്രം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിനെ ഇലക്ട്രിക് സിഗ്നൽ ആക്കി മാറ്റുന്നു. ഇലക്ട്രിക് സിഗ്നലായി മാറിയ ഈ ചിത്രം MIPI ലൈനിലൂടെ SOCയിൽ എത്തുന്നു. അവിടെ നിന്ന് NOC വഴി മെമ്മറി കൺട്രോളറിലേക്ക്, മെമ്മറി കൺട്രോളറിൽ നിന്ന് റാമിലേക്ക്. ശ്രദ്ധിക്കുക, റാമിനും SOCക്കും ഇടയിലുള്ള ഡാറ്റ പാത്ത് NOC ആണ്. SOCക്കുള്ളിലെ ഇമേജ് സിഗ്നൽ പ്രോസസർ പിക്ചറിനെ നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ രൂപപ്പെടുത്തുന്നു. അതിനുശേഷം GPUവിലേക്ക് കൈമാറുന്നു. അവിടെ വെച്ച് നമ്മുടെ സ്ക്രീനിന് ഫിറ്റാകുന്ന രീതിയിൽ ആക്കുന്നു. പിന്നെ ഡിസ്പ്ലേ എഞ്ചിനിലേക്ക് മാറ്റുന്നു. ഇതുകൊണ്ടാണ് തത്സമയം ചിത്രം ഡിസ്പ്ലേയിൽ കാണുവാൻ കഴിയുന്നത്. റാം പിന്നെ ചിത്രത്തെ മെമ്മറി കൺട്രോളറിലേക്ക് നൽകുന്നു. മെമ്മറി കൺട്രോളർ eMMCയിൽ സേവ് ചെയ്യുന്നു. ഇനി ഈ ചിത്രം ആർക്കെങ്കിലും അയച്ചു കൊടുക്കണമെങ്കിൽ വീണ്ടും അത് മെമ്മറി കൺട്രോളറിലേക്ക് എത്തുന്നു. മെമ്മറി കൺട്രോളറിൽ നിന്ന് മോഡത്തിലേക്ക്, മോഡത്തിൽ നിന്ന് ഏത് വയർലെസ് നെറ്റ്വർക്ക് വഴിയാണോ സെൻഡ് ചെയ്യുന്നത് അതിലേക്ക്.